പുതുവൈപ്പിനിൽ സമരത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ 20ഓളം പേരാണ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഇപ്പോൾ അഡ്മിറ്റ് ആയിരിക്കുന്നത്. പലർക്കും തലയ്ക്ക് ഗുരുതരമായ പരിക്കുകളുണ്ട്. ചിലരുടെ കണ്ണിന് നല്ല പരിക്കുണ്ട്. കൈകാലുകൾക്ക് മുറിവേറ്റിരിക്കുന്നു. എന്തായാലും സമരത്തിനിടെ നിങ്ങൾക്ക് നേരെ അതിക്രമം ഉണ്ടാവുകയായിരുന്നു? ഞങ്ങൾ അവിടെ സമാധാനപരമായിട്ട് നടന്നിരുന്ന വെച്ചാണ് സമരം. അപ്പോൾ അവർ ലാത്തി വീശി ലാത്തിയെ കൊടിഞ്ഞ് അടിച്ചിട്ട് അങ്ങനെ തല ഭയങ്കര വേദന ഉണ്ടായിരുന്നു. വർത്താനം പറയാനായിട്ട് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഇവരൊക്കെ സമരപ്പന്തലിന് മുന്നിലുണ്ടായിരുന്നതാണ്. ഇവരുടെ തലയ്ക്ക് നല്ല പരിക്കേറ്റിട്ടുണ്ട്. പലരുടെയും തലയ്ക്കൊക്കെ ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. ചില ആളുകളുടെ കണ്ണിന് പോലും പരിക്കേറ്റ രീതിയിലാണ് കാണുന്നത്. സ്ത്രീകളടക്കമുള്ള ആളുകൾ സമരപ്പന്തലിലുണ്ടായിരുന്നു. ചേച്ചി, എന്തായിരുന്നു സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പിള്ളേരെ തല്ലണ കണ്ടിട്ട് തല്ലല്ലെന്ന് പറയാൻ ഓടിച്ചെന്നപ്പോഴത്തേനും ഒരു പോലീസുകാരൻ എനിക്കിട്ട് ഒരൊറ്റ ഇടിയാന്നപ്പോൾ ഓടിയെന്നും പറഞ്ഞ് ഞാൻ വീണു പോയി. അവിടെ ഇപ്പം എല്ലാവരെയും ലാത്തി ചാർജ് നടത്തുന്നുണ്ട്. ഞങ്ങൾക്ക് വീട്ടുപണിക്ക് പോയി ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവനെ തല്ലി അവൻ വീണ ഉടനെ ഞാൻ നിന്നെ തല്ലല്ലേ സാറേ എന്ന് പറഞ്ഞ് ഓടിച്ചെന്നതാണ്. അപ്പോഴാണ് എനിക്ക് ഇടി കൊണ്ടത്. ഇടി കൊണ്ടപ്പോൾ തന്നെ ഞാൻ വീണു. എന്നെ ഇടിച്ചത് ഇവിടെയിട്ടാണ്. ലാത്തി ചാർജിനാണ് അടി നടന്നത്. ലാത്തി ചാർജാണ്. പോലീസുകാരനാണ് എന്നെ അടിച്ചത്. പെണ്ണ് പോലീസല്ല, ആണ് പോലീസാണ് അടിച്ചത്. എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. ഞങ്ങൾക്ക് ഈ മക്കളെ തലണും അമ്മമാരോട് ചെല്ലൂലേ, അങ്ങനെ ഓടിച്ചെന്നതാണ്. എല്ലാത്തിനും തല്ലണുണ്ട്. അവർ നേരത്തെ അടിക്കും. പറഞ്ഞതുപോലെ തന്നെ നിരവധി ആളുകളാണ് ഇത്തരത്തിൽ ഗുരുതരമായ പരിക്കുകളോടെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരിക്കുന്നത്. പലരും മറ്റു ചില ആശുപത്രിയിൽ കൂടി അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. 20 പേരാണ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഇപ്പോൾ അഡ്മിറ്റ് ആയിരിക്കുന്നത്. ഇതിൽ ചില ആളുകൾക്ക് തലയ്ക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. ലാത്തി ചാർജിലാണ് തലയ്ക്ക് പരിക്കേറ്റിരിക്കുന്നവരിൽ കൂടുതൽ ആളുകളും ഉള്ളത്. ചേട്ടാ, എന്താ സംഭവിച്ചത്? നിങ്ങൾക്ക് നേരെ ലാത്തി ചാർജാണോ? നിങ്ങൾ ഒരു പ്രകോപനവും ഇല്ലാതെയാണോ ഈ സംഭവം നടന്നത്? രാത്രി അടിച്ച് തലക്കിട്ട് അടിക്കുന്നവർ, തല അടിച്ച് പട്ടിയെ തല്ലുന്ന പോലെ നമ്മളെ തല്ലിക്കൊണ്ടിരിക്കുന്നവർ. വെറുതെ ഒരു കാര്യമില്ലാണ്ട് എന്ന് വെച്ചാൽ സമാധാനപരമായിട്ട് സമരം ചെയ്തിരുന്നത് ഞങ്ങൾ ഓടിച്ചിട്ട് പട്ടിയെ പോലെ തല്ലുന്ന പോലെ അവർ തല്ലിയത്. ഈ സമരത്തിനിടയ്ക്ക് നിങ്ങൾ സമരം ചെയ്യുകയായിരുന്നു. ആ സമരത്തിനിടയ്ക്ക് ഇത്തരം ഒരു അടി നടക്കാനുള്ള സാഹചര്യം ഉണ്ടായത് എങ്ങനെയാണ്? അടി നടക്കാനുള്ള സാഹചര്യം ഉണ്ടായെന്ന് വെച്ചാൽ നമ്മൾ സമര ഗേറ്റിലോട്ട് സമരം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവർ നമ്മളെ ലാത്തി വെച്ച് പക്കിനിട്ട് കുത്തി, ബൂട്ട് വെച്ച് ചവിട്ടി, ഇതെല്ലാം ചെയ്തുകൊണ്ട് നമ്മൾക്കാണ് സമരം വഷളായത്. അങ്ങനെ അതുകൊണ്ട് അവർ ലാത്തിയുടെ പുറയിൽ നിന്നിട്ട് പോലീസുകാർ ലാത്തി വെച്ച് വെറുതെ തലക്കിട്ടടിക്കുകയാണ് നമ്മൾ.